കേരളത്തിന്റെ ഹരിതഭംഗിയുടെ ഹൃദയഭാഗത്ത് എറണാകുളം ജില്ലയിലെ കോതമംഗലം പട്ടണത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ കിഴക്കുമാറി പ്രകൃതിയും പുരാവൃത്തവും കൈകോർത്തു നിൽക്കുന്ന ഒരിടമുണ്ട്. ഭൂതത്താൻകെട്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയവും കൗതുകവും ഇടകലർന്ന ഒരു ചിത്രം തെളിയും. ഭൂതങ്ങൾ പണിത അണക്കെട്ട് എന്ന അർത്ഥം വരുന്ന ഈ പേര് ശാന്തമായി ഒഴുകുന്ന പെരിയാർ നദിക്കും ചുറ്റുമുള്ള ഇടതൂർന്ന വനങ്ങൾക്കും ഒരു നിഗൂഢ പരിവേഷം നൽകുന്നു. അവിടെ പെരിയാറിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭീമാകാരന്മാരായ പാറക്കല്ലുകൾ നദിയിൽ ഉടനീളം ചിതറിക്കിടക്കുന്നു. മനുഷ്യന്റെ കരങ്ങൾക്ക് ചലിപ്പിക്കാനാവാത്തത്ര വലിപ്പമുള്ള ഈ കരിങ്കൽ കൂട്ടങ്ങൾ കാണുമ്പോൾ തലമുറകൾ കൈമാറി വന്ന ആ പഴയ കഥയിൽ അല്പം സത്യമുണ്ടോ എന്ന് ആരും ഒരു നിമിഷം ചിന്തിച്ചു പോകും. ഭൂതത്താൻകെട്ടിന്റെ കഥയ്ക്ക് 3 മുഖങ്ങളുണ്ട്. ഒന്ന്, ഭഗവാന്റെ ബുദ്ധിക്ക് മുമ്പിൽ അസുരശക്തി പരാജയപ്പെട്ടതിന്റെ ഐതിഹ്യം. 2, പ്രകൃതിയുടെ സംഹാരതാണ്ഡവത്തിൽ കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കപ്പെട്ടതിന്റെ ചരിത്രം. 3, മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും അതിജീവനവും അടയാളപ്പെടുത്തുന്ന വർത്തമാനകാലം. ഈ 3 ധാരകളും പെരിയാറിന്റെ ഓളങ്ങളിൽ ഒന്നായി ചേരുന്ന ഭൂതത്താൻകെട്ടിന്റെ കഥ കേവലം ഒരു സ്ഥലത്തിന്റെ ചരിത്രമല്ല, മറിച്ച് കേരളത്തിന്റെ തന്നെ സാംസ്കാരികവും പാരിസ്ഥിതികമായ പരിണാമത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ഭൂതത്താൻകെട്ടിന്റെ ഐതിഹ്യം ആരംഭിക്കുന്നത് മനുഷ്യൻ ഉറങ്ങുകയും പ്രകൃതി ശക്തികൾ ഉണരുകയും ചെയ്ത ഒരു അമാവാസി രാത്രിയിലാണ്. പശ്ചിമഘട്ടത്തിന്റെ ഗൂഢമായ താഴ്വരയിൽ താമസിച്ചിരുന്ന ഭൂതഗണങ്ങൾ ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാലയങ്ങളിലൊന്നായ തൃക്കരിയൂർ മഹാദേവ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. കേരളത്തിന്റെ ജീവനാഡിയായ പെരിയാറിനെ തടഞ്ഞു നിർത്തി ഒരു മഹാപ്രളയം സൃഷ്ടിച്ച് ക്ഷേത്രത്തെയും പരിസരങ്ങളെയും എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ഭൂതങ്ങൾ കേവലം ദുരാത്മാക്കളായിരുന്നില്ല, മറിച്ച് ശിവന്റെ സേവകരായ ഭൂതഗണങ്ങളായിരുന്നു. എന്നാൽ തൃക്കരിയൂരിലെ ജനങ്ങളുടെ അടങ്ങാത്ത ഭക്തിയും ക്ഷേത്രത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രശസ്തിയും അവരിൽ അസൂയ ജനിപ്പിച്ചു. തങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാധാന്യം ലഭിക്കുന്നു എന്ന ചിന്ത അവരെ കോപാകുലരാക്കി. അങ്ങനെ തങ്ങളുടെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് ആ നാടിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ ഉറച്ചു. അവരുടെ ദൗർബല്യം ഒന്നായിരുന്നു: സൂര്യരശ്മി. പ്രഭാതത്തിലെ ആദ്യ കിരണം ഭൂമിയിൽ പതിച്ചാൽ അവരുടെ മാന്ത്രിക ശക്തികളെല്ലാം നഷ്ടപ്പെടും. അതിനാൽ നേരം പുലരും മുമ്പ് ആ ഭീമമായ അണക്കെട്ടിന്റെ പണി പൂർത്തിയാക്കണമായിരുന്നു. ആയിരക്കണക്കിന് ഭൂതങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ മലമടക്കുകളിൽ നിന്ന് കൂറ്റൻ പാറകൾ ഇളക്കിയെടുത്ത് പെരിയാറിന്റെ മാറിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ പാറകൾ വെള്ളത്തിൽ പതിക്കുന്നതിന്റെ ഗംഭീരമായ ശബ്ദം മാത്രം മുഴങ്ങി. നദിയുടെ ഒഴുക്ക് പതിയെ നിലച്ചു. ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. തൃക്കരിയൂർ ഗ്രാമം ആ മഹാപ്രളയത്തിന്റെ വക്കിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. ഈ ദുഷ്ലാക്കിന് ഇരയായി അവർ തെരഞ്ഞെടുത്ത തൃക്കരിയൂർ ക്ഷേത്രത്തിന് ചരിത്രപരമായും ആത്മീയമായും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഐതിഹ്യമനുസരിച്ച് മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച ഭഗവാൻ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ 108 ശിവക്ഷേത്രങ്ങളിൽ അവസാനത്തേതായിരുന്നു അത്. എന്നാൽ കൈലാസത്തിലിരുന്ന് മഹാദേവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തൻ്റെ ഭക്തരെ രക്ഷിക്കാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ യുദ്ധത്തിലൂടെ ഭൂതഗണങ്ങളെ നശിപ്പിക്കുന്നതിന് പകരം ഭഗവാൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. അണക്കെട്ടിന്റെ പണി പൂർത്തിയാകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രഭാതമായെന്ന് വരുത്തി തീർക്കാൻ ഭഗവാൻ ഒരു പൂവങ്കോഴിയുടെ രൂപം സ്വീകരിച്ച് നീട്ടിക്കൂവി, കൊക്കരക്കോ. ആ ശബ്ദം കേട്ട ഭൂതങ്ങൾ പരിഭ്രാന്തരായി. പ്രഭാതമായെന്ന് തെറ്റിദ്ധരിച്ച അവർ സൂര്യരശ്മി ഏൽക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാനായി 4 പാടും ചിതറിയോടി. അങ്ങനെ ഭഗവാന്റെ ബുദ്ധി ഭൂതങ്ങളുടെ ശക്തിയെ തോൽപ്പിച്ചു. ക്ഷേത്രം രക്ഷപ്പെട്ടു. അപൂർണമായ ആ അണക്കെട്ടിന്റെ അവശിഷ്ടങ്ങൾ കൂറ്റൻ പാറക്കല്ലുകളായി ഇന്നും പെരിയാറിൽ കാണാം. ആ പാറകൾക്കിടയിലൂടെ ചെറിയ വിടവിലൂടെ പെരിയാർ തന്റെ യാത്ര തുടരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആ ദൈവിക ഇടപെടലിന്റെ നിത്യസ്മാരകമായി. ഐതിഹ്യത്തിന്റെ ഭാവനാ ലോകത്തു നിന്നും ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഭൂതത്താൻകെട്ടിന്റെ യഥാർത്ഥ ശില്പി ഭൂതങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ അനിയന്ത്രിതമായ ശക്തിയാണെന്ന് നമുക്ക് കാണാം. ഭൂമിശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നത് 2 മഹാപ്രളയങ്ങളാണ് ഈ പ്രകൃതിദത്ത അണക്കെട്ടിന് രൂപം നൽകിയതെന്നാണ്. അതിലൊന്ന് 4-ാം നൂറ്റാണ്ടിലും മറ്റൊന്ന് കേരളത്തിന്റെ ചരിത്രഗതി തന്നെ മാറ്റിക്കുറിച്ച ക്രിസ്തുവർഷം 1341 മഹാപ്രളയവുമാണ്. പശ്ചിമഘട്ടം ഹിമാലയത്തേക്കാൾ പഴക്കമുള്ളതും കാലക്രമേണ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പർവ്വതനിരയാണ്. കനത്ത മഴക്കാലത്ത് ഇവിടെ ഉരുൾപൊട്ടലുകൾ സാധാരണമാണ്. 1341 അസാധാരണമാം വിധം ശക്തമായ കാലവർഷം പെയ്തപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ മലഞ്ചെരിവുകളിൽ നിന്ന് വൻതോതിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായി.
ഈ ഉരുൾപൊട്ടലുകൾ ടൺ കണക്കിന് മണ്ണും ചെളിയും കൂറ്റൻ പാറക്കല്ലുകളും പെരിയാറിലേക്ക് തള്ളിയിട്ടു. നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും ഈ പാറക്കെട്ടുകൾ അടിഞ്ഞുകൂടി ഒരു പ്രകൃതിദത്ത അണക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. 1341 ഈ മഹാപ്രളയം ഭൂതത്താൻകെട്ടിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ ഭൂപടം തന്നെ മാറ്റിമറിച്ചു. നൂറ്റാണ്ടുകളായി ലോക പ്രശസ്തമായ പുരാതന മുസിരിസ് തുറമുഖത്തെ അത് ഇല്ലാതാക്കി. പെരിയാർ നദിയിലൂടെ ഒഴുകിയെത്തിയ എക്കലും മണ്ണും മുസിരിസ് തുറമുഖത്ത് അടിഞ്ഞുകൂടി വലിയ കപ്പലുകൾക്ക് തീരമെടുക്കാൻ കഴിയാത്ത വിധം ആഴം കുറച്ചു. റോമ സാമ്രാജ്യവുമായി വരെ വ്യാപാരബന്ധം പുലർത്തിയിരുന്ന യവനരുടെ കപ്പലുകൾ സ്വർണവുമായി വന്ന് കുരുമുളകുമായി മടങ്ങിയിരുന്ന ആ മഹത്തായ തുറമുഖം അതോടെ ചരിത്രത്തിൻ്റെ ഭാഗമായി. ഈ ശാസ്ത്രീയ വിശദീകരണത്തിൻ്റെ വെളിച്ചത്തിൽ ഭൂതത്താൻകെട്ടിൻ്റെ ഐതിഹ്യം ഒരു എത്തിയോളജിക്കൽ മിത്തായി, അതായത് ഒരു പ്രതിഭാസത്തിൻ്റെ കാരണം വിശദീകരിക്കുന്ന കഥയായി മാറുന്നു. തങ്ങളുടെ കൺമുന്നിൽ മലകൾ ഇടിഞ്ഞു വീഴുകയും നദികൾ ഗതിമാറി ഒഴുകുകയും ഒരു മഹത്തായ തുറമുഖം ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ആ ഭീകരമായ പ്രകൃതി ദുരന്തത്തെ മനസ്സിലാക്കാനും അതിജീവിക്കാനും നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ ഒരു കഥയായിരുന്നു അത്. പ്രകൃതിയുടെ ക്രൂരമായ സംഹാരത്തെ ഈശ്വരൻ്റെ കാരുണ്യവും ബുദ്ധിയും വിജയിച്ച ഒരു ദൈവീകമായ ഇടപെടലായി അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾക്ക് മീതെ അവർ വിശ്വാസത്തിൻ്റെ ഒരു ആവരണം നൽകി. ഐതിഹ്യങ്ങൾക്കും പ്രകൃതിയുടെ ഇടപെടലുകൾക്കും അപ്പുറം ഭൂതത്താൻകെട്ട് മനുഷ്യചരിത്രത്തിലെ നിർണായകമായ ചില ഏടുകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചേര രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന തൃക്കരിയൂരിൻ്റെ പ്രാധാന്യം നാം കണ്ടു. അതിനുശേഷം നൂറ്റാണ്ടുകൾക്കിപ്പുറം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്തും ഭൂതത്താൻകെട്ട് ഒരു നിർണായക പങ്ക് വഹിച്ചു. 1789 ടിപ്പു സുൽത്താൻ ഒരു വലിയ സൈന്യവുമായി തിരുവിതാംകൂർ ആക്രമിക്കാൻ പുറപ്പെട്ടു. നെടുങ്കോട്ട എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിൻ്റെ പ്രതിരോധ കോട്ട ഭേദിച്ച് മുന്നേറിയ ടിപ്പുവിൻ്റെ സൈന്യം ആലുവ വരെ എത്തി പെരിയാറിൻ്റെ തീരത്ത് തമ്പടിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായ കാലവർഷം ശക്തി പ്രാപിക്കുകയും പെരിയാർ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത് വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഏതാനും തിരുവിതാംകൂർ സൈനികർ പെരിയാറിൻ്റെ മുകളിലേക്ക് യാത്ര ചെയ്ത് ഭൂതത്താൻകെട്ടിലെത്തി. അവിടെ ഉണ്ടായിരുന്ന അണക്കെട്ടിൻ്റെ ഒരു ഭാഗം അവർ തകർത്തു. ഇത് പെരിയാറിൽ ഒരു വൻ മിന്നൽ പ്രളയത്തിന് കാരണമായി. പ്രളയജലത്തിൽ ടിപ്പുവിൻ്റെ സൈന്യം ഒറ്റപ്പെട്ടു. അവരുടെ വെടിക്കോപ്പുകളും ഭക്ഷണ സാധനങ്ങളും നശിച്ചു. സൈനികർക്കിടയിൽ രോഗങ്ങൾ പടർന്നു പിടിച്ചു. ഈ അപ്രതീക്ഷിത പ്രകൃതി ദുരന്തം ടിപ്പുവിൻ്റെ മുന്നേറ്റത്തെ പൂർണ്ണമായും തടഞ്ഞു. അപമാനിതനായി വലിയ നഷ്ടങ്ങളോടെ അദ്ദേഹത്തിന് മൈസൂരിലേക്ക് മടങ്ങേണ്ടി വന്നു. തിരുവിതാംകൂർ അധിനിവേശത്തിൽ ടിപ്പുവിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. അങ്ങനെ ഐതിഹ്യത്തിൽ ക്ഷേത്രത്തെ രക്ഷിച്ച പെരിയാർ ചരിത്രത്തിൽ ഒരു രാജ്യത്തെയും രക്ഷിക്കുകയായിരുന്നു. ഇന്ന് ഭൂതത്താൻകെട്ട് ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിൻ്റെയും ഒരു നിശബ്ദ സ്മാരകം മാത്രമല്ല. പെരിയാർ വാലി ജനസേചന പദ്ധതിയുടെ ഭാഗമായി ആധുനിക അണക്കെട്ട് എറണാകുളം ജില്ലയിലെ ഏക്കർ കണക്കിന് കൃഷിഭൂമിക്ക് ജീവജാലം നൽകുന്നു. ഐതിഹ്യത്തിലെ ഭൂതങ്ങൾ പെരിയാറിനെ തടയാൻ ശ്രമിച്ചെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ അതേ പെരിയാറിനെ നാടിൻ്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഇവിടം ഇന്ന് ഒരു മികച്ച ഇക്കോ ടൂറിസം കേന്ദ്രം കൂടിയാണ്. അണക്കെട്ടിന് മുകളിലൂടെയുള്ള യാത്രയും പരിപാലിക്കപ്പെടുന്ന പൂന്തോട്ടങ്ങളും കുട്ടികളുടെ പാർക്കും സഞ്ചാരികളെ ആകർഷിക്കുന്നു. റിസർവോയറിലൂടെയുള്ള ബോട്ട് യാത്ര കാടിൻ്റെ വനസൗന്ദര്യം ആസ്വദിക്കാൻ അവസരം നൽകുന്നു. ഇടതൂർന്ന വനങ്ങളിലൂടെ പഴയ ഭൂതത്താൻകെട്ടിലേക്ക് നടക്കാൻ ഒരു പാതയുണ്ട്. ഈ യാത്രയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും കാടിൻ്റെ സംഗീതമായ പക്ഷികളുടെ കളകാരവങ്ങളും നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. ആ യാത്രയുടെ അവസാനം ഭൂതങ്ങൾ ഉപേക്ഷിച്ചു പോയി എന്ന് വിശ്വസിക്കുന്ന ആ ഭീമാകാരമായ പാറക്കല്ലുകൾക്ക് മുന്നിലെത്തുമ്പോൾ ഐതിഹ്യവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നത് നമുക്ക് അനുഭവിക്കാനാകും. ഭൂതത്താൻകെട്ടിനോട് ചേർന്നാണ് പ്രശസ്തമായ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പക്ഷി ആവാസ വ്യവസ്ഥ എന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണിത്. മലബാർ ട്രോഗൺ, ശ്രീലങ്കൻ ഫ്രോഗ് മൗത്ത്, മലബാർ ഗ്രേ ഹോൺബിൽ തുടങ്ങി നിരവധി അപൂർവവും തദ്ദേശീയവുമായ പക്ഷികളെ ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് ഭൂതത്താൻകെട്ട്. ഭൂതങ്ങൾ പണിയാൻ ശ്രമിച്ചതും പ്രകൃതി പണിതതും മനുഷ്യൻ പൂർത്തിയാക്കിയതുമായ ഒരിടം. ഇവിടെ ഐതിഹ്യവും ചരിത്രവും ശാസ്ത്രവും പ്രകൃതിയും പെരിയാറിൻ്റെ ഓളങ്ങളിൽ ഒന്നായി ചേരുന്നു. ഒരു നദിയുടെ തീരത്ത് എങ്ങനെയാണ് ഒരു സംസ്കാരം രൂപപ്പെടുന്നതെന്നും പ്രകൃതിയുടെ ശക്തിയെ മനുഷ്യൻ എങ്ങനെയാണ് ഭാവന കൊണ്ടും പിന്നീട് ശാസ്ത്രം കൊണ്ടും അതിജീവിച്ചതെന്നും ഈ സ്ഥലം നമ്മളോട് പറയുന്നു. അടുത്ത തവണ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ
ഈ കല്ലുകൾക്കും വെള്ളത്തിനും പറയാനുള്ള 1000 കഥകൾ കൂടി കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഓരോ പാറക്കല്ലിന് പിന്നിലും ഒരു ഐതിഹ്യത്തിൻ്റെ നിഗൂഢതയും ഒരു മഹാപ്രളയത്തിൻ്റെ ഓർമ്മയും ചരിത്രത്തിൻ്റെ മായാത്ത കാൽപ്പാടുകളും പതിഞ്ഞു കിടക്കുന്നുണ്ട്.